ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടുമുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുണ്ട്. നമ്മുടെ തലശ്ശേരിക്ക് വേണ്ടത്ര വികസനമില്ല. നരേന്ദ്രമോദി മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ഇതൊക്കെ നടപ്പിലാക്കിയത് അതുപോലെ നമ്മുടെ തലശ്ശേരിയിലും വരണമെന്നുള്ളതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തലശ്ശേരിയിൽ ജയിക്കും. നമസ്കാരം. സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് തലശ്ശേരി നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ഒ നിതീഷാണ്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ പ്രചാരണ വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ? ഒന്ന്, തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രാഷ്ട്രം എന്ന നിലക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഉത്സവത്തിൽ എങ്ങനെയാണോ പങ്കെടുക്കുക അത്രയും സന്തോഷത്തോടുകൂടി അത്രയും ആവേശത്തോടു കൂടിയാണ് ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നത്. അതിൻ്റെ ആവേശം നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ആ ആവേശത്തിൽ തന്നെയാണ് BJPയുടെ കാൻഡിഡേറ്റ് എന്ന നിലക്ക് ഞാനും ഉള്ളത്. ഇപ്പം പ്രചാരണ പരിപാടികളായിട്ട് ജനങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായും രണ്ട് തരത്തിലുള്ള പ്രതികരണം. ഒന്ന്, 70 വർഷക്കാലമായിട്ട് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തോടും വലതുപക്ഷത്തോടുമുള്ള ഒരു പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ പ്രതിഷേധത്തിനെതിരെയുള്ള ഒരു വോട്ടിംഗ്, ആ വോട്ട് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ആണ് എനിക്ക് മനസ്സിലാവുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് പോകും. അപ്പോൾ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. തീർച്ചയായും കേരളത്തിലെയും ഭാരതത്തിലെ ജനങ്ങൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പോടുകൂടി വലിയ മാറ്റം അത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയാറുണ്ടോ? അതായത് നമ്മുടെ മണ്ഡലത്തിൽ ഇങ്ങനെയുള്ള ഒരു ആവശ്യങ്ങൾ വേണം, അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും പരാതി? തീർച്ചയായും കഴിഞ്ഞ 70 വർഷക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ചതിന്റെ ഫലമായിട്ട് ജനങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷക്കത്ത് ഉയരുന്നില്ല അവരുടെ MLA-മാരും ഭരണകർത്താക്കളും എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെയുള്ള വിഷയം ജനങ്ങൾ ഇതാണ് ഒരു എന്താ അതിന് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഭരണമാറ്റം നടത്താനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ് എന്ന് അവർ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർ നിരവധി പ്രശ്നങ്ങൾ അവർ ഓരോ വീടുകളിലും നമ്മൾ ഈ വോട്ട് ക്യാൻവാസിങ്ങുമായിട്ട് പോകുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ തലശ്ശേരിക്ക് വേണ്ടത്ര വികസനമില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ടാമത്, അവർ വികസനം കാണുന്നത് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വികസനമാണ്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമായാലും നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനമായാലും ഇത് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി തന്നെ കേരളത്തിലും ഭരണം നടത്തണം. ഒരു ഡബിൾ എൻജിൻ സർക്കാർ എന്ന് BJP പറയുന്ന ഒരു ആശയമുണ്ട്. ആ ആശയത്തിലേക്ക് ജനങ്ങൾ അടുക്കുന്നതായിട്ടാണ് തോന്നുന്നത്. രണ്ടാമത്തെ വിഷയം, നമ്മുടെ വീടുകളിൽ മുഴുവൻ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലെ വീടുകൾ വിശേഷിച്ചും ഒരു വൃദ്ധാശ്രമം പോലെ ആയി മാറുകയാണ്. എല്ലാ വീടുകളിലും 60 വയസ്സിന് ശേഷമുള്ള രക്ഷിതാക്കളാണ് വീട്ടിലുള്ളത്. മക്കൾ എവിടെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് മക്കൾ പഠനത്തിന് വേണ്ടി കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ വിദേശത്തോ ആണ് ഉള്ളത്, അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തോ വിദേശത്താണോ ഉള്ളത്. യുവാക്കളും വിദ്യാർത്ഥികളും കേരളത്തിലില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അമ്മമാർ അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ അവർക്കൊരു നേരം മരുന്നെടുത്ത് കൊടുക്കാൻ പോലും അവരുടെ വീട്ടിൽ അവരുടെ മക്കളില്ല എന്നുള്ള ആ ദുഃഖ സത്യം അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇവിടെ നിലനിർത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ വലിയ ടാസ്ക്കാണ്. ഈ നമ്മുടെ ഭരിച്ച സർക്കാരുകൾ MLA-മാർ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. കേരളത്തിൽ തലശ്ശേരി വിശേഷിച്ച് ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ വൽക്കരണം അതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ നടക്കണം. നരേന്ദ്രമോദി മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണോ ഇതൊക്കെ നടപ്പിലാക്കിയത് അതുപോലെ നമ്മുടെ തലശ്ശേരിയിലും വരണമെന്നുള്ളതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയാണ് BJPയുടെ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഓരോ വീട്ടിലും പോകുമ്പോൾ അവർ എന്നോട് പങ്കുവെക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള വികസിത കേരളം സാധ്യമാക്കാൻ വേണ്ടി ജനങ്ങൾ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇത്തവണത്തെ ഇലക്ഷന്റെ ഒരു BJPയുടെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് മാറാത്തത് മാറുന്നാണല്ലോ. അപ്പം എന്തൊക്കെ വികസനങ്ങളായിരിക്കും വിജയിച്ചു കഴിയുമ്പോൾ തലശ്ശേരിയിൽ കൊണ്ടുവരാൻ പോകുന്നത്? തീർച്ചയായും നമ്മൾ പറയുന്നത് മാറാത്തത് മാറും, തലശ്ശേരിയും മാറും. ഇതാണ് ഈ തലശ്ശേരിയിലെ നമ്മുടെ മുദ്രാവാക്യം. അപ്പോൾ തലശ്ശേരി മാറണം. തലശ്ശേരിയുടെ ഒരു ഹിസ്റ്ററി നമ്മളൊരു 100-500 വർഷം മുന്നേയുള്ള ഹിസ്റ്ററി എടുത്ത് നോക്കും. തലശ്ശേരി ഏറ്റവും വ്യാവസായികമായി ഒരു ബിസിനസ് സെൻ്റർ ആയിരുന്നു തലശ്ശേരി. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പത്രം പ്രസിദ്ധീകരിക്കപ്പെട്ട സ്ഥലം തലശ്ശേരിയാണ്. കായികമായിട്ടുള്ള പല കാര്യങ്ങൾ, കളരി, ക്രിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയാണ് നടന്നത്. കേക്കിൻ്റെ നമുക്കറിയാം, ഇവിടെ ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നത് ഇവിടെയാണ്. പക്ഷേ ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യവും കാണാൻ സാധിക്കില്ല. ക്രിക്കറ്റ് അക്കാഡമി ഇല്ല, നല്ല വായനശാലകളോ അല്ലെങ്കിൽ ആ ഒരു വിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യങ്ങൾ നമുക്ക് തലശ്ശേരി കാണാൻ പറ്റുന്നില്ല. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ തലശ്ശേരിയിൽ നടക്കുന്നില്ല. ടൂറിസം പദ്ധതിക്ക് വലിയ സ്കോപ്പുള്ള സ്ഥലമാണ് തലശ്ശേരി. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അപ്പം BJP ഇവിടെ ഒരു അവസരം തരികയാണെങ്കിൽ, BJP ജയിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ ഈ ട്വിൻ സിറ്റി എന്നുള്ള കൺസെപ്റ്റ്. നമ്മൾ ഈ ഒറീസ,
ഭുവനേശ്വർ കട്ടക്ക്, ഒറീസ സ്റ്റേറ്റിലെ ഭുവനേശ്വർ കട്ടക്ക്. ഇപ്പോൾ ഹൈദരാബാദിലെ നമ്മുടെ സെക്കൻഡറാബാദ്, ഹൈദരാബാദ്, ഇതൊക്കെ 2 സിറ്റികളായിരുന്നു. അത് രണ്ടും ഒരുമിച്ചുകൊണ്ട് ഈ ട്വിൻ സിറ്റി എന്നുള്ള കൺസെപ്റ്റ് കണ്ണൂരും തലശ്ശേരിയും ഒരുമിച്ചാക്കിക്കൊണ്ട് അതിലൊരു ടൂറിസം കോറിഡോർ, വ്യാവസായിക കോറിഡോർ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം സെൻട്രൽ ഗവൺമെൻറ് പിന്തുണയോടുകൂടി കേരളത്തിലും ഭരണം കിട്ടിയാൽ ഇവിടെ തലശ്ശേരി MLA ജയിക്കുകയാണ്, നമ്മളത് പരിശ്രമിക്കും. രണ്ടാമത്തെ, കൊറോണ കാലത്ത് അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് ഒരു മൊത്തത്തിലൊരു ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങൾ മുഴുവൻ പുറത്തിറങ്ങി ട്രാവൽ ചെയ്യാനും അവരാഘോഷിക്കാനും ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകാനും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ആഘോഷിക്കാനും അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലേക്ക് ലോക സമൂഹം മാറിയപ്പോൾ ജനങ്ങൾ മുഴുവൻ വീട്ടിന് പുറത്തിറങ്ങി അവർ ടൂറിസത്തെ കൂടുതൽ ആശ്രയിക്കുന്നു, പുതിയ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിന് പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ടൂറിസം ഡെവലപ്മെൻറ്റ്, ഒരു പദ്ധതി സർക്കാരിൻ്റെ ഭാഗത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പം നമ്മുടെ ഈ നാട്ടിലെ തലശ്ശേരിക്കാർ എങ്ങോട്ടാണ് പോകുന്നത്? അവർക്കൊന്ന് കടൽ ആസ്വദിക്കാൻ 100 മീറ്റർ ദൂരത്ത് കടലുണ്ട്, നമ്മുടെ നഗരത്തിൽ കടലുണ്ട്, തലശ്ശേരിയുടെ ടൗൺ മുഴുവൻ കടൽ ഓരമാണ്. പക്ഷെ അവർക്ക് കടലൊന്ന് ആസ്വദിക്കേണ്ടെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ മോൾഡീവ്സിൽ പോകേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ടൂറിസത്തിൽ ഒരു ഈ തരത്തിലുള്ള ടൂറിസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കൊടുക്കും. പിന്നെ ഒന്ന് ഡെവലപ്മെൻറ്റ് കാര്യം, നമുക്ക് 200 വർഷത്തിന് മുന്നേയുള്ള റോഡ് നമുക്ക് തലശ്ശേരി കാണാം. ബ്രിട്ടീഷ് കാലത്ത് കോൺക്രീറ്റ് ചെയ്ത റോഡുള്ള നഗരമാണ് തലശ്ശേരി. പക്ഷേ ആ റോഡിൽ അന്നുള്ള റോഡിൻ്റെ അതേ വീതിയിലാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തലശ്ശേരി ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ട്രാഫിക് കൺജക്ഷൻ അതൊരു വലിയ പ്രശ്നമാണ്. ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ട്രാഫിക് ബ്ലോക്ക്, അങ്ങനെയുള്ള പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. പിന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചു. പക്ഷേ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങാനുള്ള റോഡ് നിങ്ങളൊന്ന് പോയി കാണുക. ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. 2 ട്രെയിൻ ഒരുമിച്ച് വന്നാൽ 1 മണിക്കൂർ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ അവിടെ നിൽക്കണം, വണ്ടി വരാനും വണ്ടി പോകാനും പറ്റാത്ത സാഹചര്യം. നമ്മുടെ മുന്നേ MLA ഒക്കെ ഇവിടെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സംഗമം ജംഗ്ഷൻ ടു കൊടുവള്ളി റോഡ് 4 വരിയാക്കുന്നൊക്കെ വലിയ വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ വാഗ്ദാനങ്ങൾ നടപ്പിലായിട്ടില്ല. വലിയ ഹൈവേ പണിതു, നമുക്കറിയാം. ഇവിടുന്ന് 1 കിലോമീറ്റർ പോയാൽ തലശ്ശേരി ടൗണിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ വലിയ ഹൈവേ. പക്ഷെ ആ ഹൈവേയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഇട റോഡുകൾ, ഗ്രാമങ്ങളിലേക്ക് പോകുന്ന, പഞ്ചായത്തുകളിലേക്ക് പോകുന്ന റോഡുകളൊന്നും വികസിപ്പിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഈ യാത്രാ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ അവസരത്തിൽ നമ്മൾ ജയിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യമായിട്ടാണ്, ഒരു എന്താ പറയേണ്ട അപേക്ഷയുമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത്. ഇത്തവണ ശക്തമായിട്ടുള്ളൊരു ത്രികോണ പോരായിരിക്കും തലശ്ശേരിയിൽ നടക്കുക. അപ്പം ഇത്തവണത്തെ ഒരു വിജയ സാധ്യത എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായും തലശ്ശേരിയിൽ നല്ല മുന്നേറ്റമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തലശ്ശേരിയിൽ ജയിക്കും. അതിനുള്ള കാരണം ഇലക്ട്രൽ പൊളിറ്റിക്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പോൾ ത്രിപുരയുടെ ഉദാഹരണം എടുക്കാം. ത്രിപുരയിൽ 4% വോട്ടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. അവിടെ ത്രിപുരയിൽ BJP അധികാരത്തിൽ വരും. 30 വർഷത്ത് തുടർച്ചയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം അവസാനിപ്പിച്ച് BJP ജയിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഒരു പത്രക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ നമ്മുടെ പൊളിറ്റിക്സിൽ വിശകലനം ചെയ്യുന്നവർ അവർ പോലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇലക്ട്രൽ പൊളിറ്റിക്സ് വലിയ മാറ്റം ഉണ്ടായി. 4% വോട്ടിൽ നിന്ന് 40%-ത്തിലേക്ക് വരികയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് 0%-ത്തിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ MLA പോലും ഇല്ല അവിടെ. അപ്പോൾ ആ തരത്തിലുള്ള മാറ്റമാണ് ഈ തലശ്ശേരിയിലും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഏതായാലും താങ്കളുടെ വികസനങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നടപ്പിലാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ഓക്കെ, നമസ്തേ.